ആരോഗ്യം അമൂല്യം. വിഷാദം. ഇതേക്കുറിച്ച് കോഴിക്കോട് പേരാമ്പ്ര കേദാരം ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വി അഞ്ജന സംസാരിക്കുന്നു. പ്രധാനമായും തലച്ചോറിനെ അഥവാ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വിഷാദം. പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന മാനസിക സമ്മർദ്ദങ്ങളാണ് വിഷാദ രോഗത്തിലേക്ക് നയിക്കുന്നത്. വ്യത്യസ്ത രോഗലക്ഷണങ്ങളും വൈകാരിക പ്രശ്നങ്ങളും സ്വഭാവ വ്യതിയാനങ്ങളും വിഷാദ രോഗികളിൽ കാണപ്പെടുന്നു. കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ലെങ്കിൽ വിഷാദരോഗം മരണകാരണമായി തീരാം. മാനസിക സമ്മർദ്ദം രോഗിയുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുകയും ഭക്ഷണം, ഉറക്കം, വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് വിഷാദം ഒരു രോഗമായി മാറുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ബാല്യകാലത്തെ തിക്താനുഭവങ്ങൾ, പ്രതീക്ഷയും യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം എന്നിങ്ങനെ പലവിധ കാരണങ്ങൾ ആളുകളെ വിഷാദരോഗികളാക്കുന്നു. പ്രസവം, ആർത്തവവിരാമം എന്നിവ പലപ്പോഴും സ്ത്രീകളിൽ വിഷാദരോഗത്തിന് കാരണമാവാറുണ്ട്. അകാരണമായ ദേഷ്യം, അമിതമായ ദേഷ്യം, ഉന്മേഷക്കുറവ്, അകാരണമായ ദുഃഖം, ശരീരക്ഷീണം, നിരാശ, വിശപ്പില്ലായ്മ, അമിത വിശപ്പ്, ശരീരവേദന, തലവേദന, പരാജയഭീതി, ആത്മഹത്യാ പ്രവണത എന്നിങ്ങനെ വിവിധങ്ങളായ ലക്ഷണങ്ങൾ വിഷാദരോഗികളിൽ കാണപ്പെടുന്നു. നാഡീവ്യൂഹത്തിന്റെ ആശയവിനിമയ പ്രക്രിയയെ സഹായിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന രാസവസ്തുക്കളുടെ കുറവാണ് പ്രധാനമായും വിഷാദരോഗത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഇവ ശരീരത്തിന്റെ ദൈനംദിന പ്രവൃത്തികളെ, മൂഡ് അല്ലെങ്കിൽ വൈകാരിക സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഇവയുടെ അഭാവം ഉറക്കം, ഭക്ഷണശീലങ്ങൾ, മാനസിക നില എന്നിവയെ തകരാറിലാക്കുന്നു. സ്ത്രീകളിലും പുരുഷന്മാരിലും വിഷാദരോഗം ഒരുപോലെ കാണപ്പെടുന്നുവെങ്കിലും പ്രസവം, ആർത്തവവിരാമം എന്നിവയോടനുബന്ധിച്ച് സ്ത്രീകളിൽ വിഷാദരോഗം അധികമായി കാണപ്പെടുന്നു. പ്രസവശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന വിഷാദം അഥവാ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വളരെ സാധാരണമായി സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ്. പലപ്പോഴും ഇത് താൽക്കാലികമാണ് എങ്കിലും ചിലരിൽ നീണ്ടു നിൽക്കാനും ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നീളാനും സാധ്യതയുണ്ട്. 10ൽ 2 പേരിൽ പ്രസവശേഷം വിഷാദരോഗം കാണപ്പെടുന്നു. നിരാശ, അമിത ദേഷ്യം, കുട്ടിയോടുള്ള താൽപര്യക്കുറവ്, അമിത ദുഃഖം, വികാരസ്ഫോടനങ്ങൾ എന്നിവ പോസ്റ്റ്പാർട്ടം ഡിപ്രഷന്റെ ലക്ഷണങ്ങളാണ്. പ്രസവശേഷം 1-2 ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ മാസങ്ങൾക്ക് ശേഷമോ ഇത്തരം ലക്ഷണങ്ങൾ അമ്മമാരിൽ കാണുന്നു. പ്രസവശേഷം ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനം, കുഞ്ഞിന്റെ വരവോടെ അമ്മയുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാതലായ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, കുഞ്ഞിനെ കൈകാര്യം ചെയ്യുന്നതിലുള്ള ഉത്കണ്ഠ, ശാരീരിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ നഷ്ടം, സാമ്പത്തിക അരക്ഷിതാവസ്ഥ എന്നിങ്ങനെ പലതും പ്രസവാനന്തരമുള്ള ഡിപ്രഷന് കാരണമാവാറുണ്ട്. വിഷാദത്തെ ഒരു രോഗമായി അംഗീകരിച്ച് വൈദ്യസഹായം ലഭ്യമാക്കുക എന്നതാണ് പരമപ്രധാനം. മാനസികാരോഗ്യ വിദഗ്ധന്റെ സഹായത്തോടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി ആവശ്യമായ ഔഷധ ചികിത്സയും അതോടൊപ്പം ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങളും വരുത്തി വിഷാദരോഗത്തെ തുരത്തി മനസ്സിനെ നമുക്ക് കൈപ്പിടിയിലാക്കാം. രോഗിയുടെ മാനസിക ഉല്ലാസത്തിന് പ്രാധാന്യം കൊടുക്കുകയും കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അർഹിക്കുന്ന പ്രാധാന്യത്തോടെ പെരുമാറാൻ കുടുംബാംഗങ്ങളെ സജ്ജരാക്കുക എന്നീ കാര്യങ്ങൾ ഔഷധ ചികിത്സയോടൊപ്പം തന്നെ പ്രാധാന്യമർഹിക്കുന്നു. ആയുർവേദത്തിൽ പലവിധങ്ങളായ മരുന്നുകൾക്കൊപ്പം തന്നെ ശിരോധാര, തലപൊതിച്ചിൽ, നസ്യം എന്നീ ചികിത്സകളും വിഷാദരോഗികൾക്ക് നൽകി വരുന്നു. സർവാംഗധാര, പിഴിച്ചിൽ, സ്വേദനം, ഞവരക്കരി എന്നീ ചികിത്സകളും രോഗാവസ്ഥയ്ക്കനുസരിച്ച് ചെയ്യാറുണ്ട്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തെ പോലെ തന്നെ പ്രധാനമാണ്, പരസ്പര പൂരകങ്ങളാണ്. വിഷാദം. ഇതേക്കുറിച്ച് കോഴിക്കോട് പേരാമ്പ്ര കേദാരം ആയുർവേദ ക്ലിനിക്കിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ വി അഞ്ജന സംസാരിക്കുകയായിരുന്നു ഇതുവരെ.